പച്ച വാഴയിലേക്ക് അത് വെക്കുന്നതിന് നല്ലതാണ്. വാഴയില വാട്ടി വെക്കുന്നത് വേണ്ടേ. നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മധുരവും കൂടെ വെച്ചിട്ടുണ്ട്. ഇലയപ്പം ഉണ്ടാക്കണം, പക്ഷേ വാഴയിലയില്ല. എന്ത് ചെയ്യാനാണ്? ഞാനും അച്ചായും പുറത്തു പോയിട്ട് വരുന്ന വഴി ഒരു വാഴ റോഡിൽ ഒടിഞ്ഞു വീണത് കണ്ടു. അപ്പോഴേ ഇലയങ്ങ് ഞങ്ങൾ പിച്ചി. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ല നാടൻ ഇലയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അമ്മയൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ല കുഴക്കട്ട, നാടൻ ഇലയപ്പം. ഇതൊക്കെ ഇന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയങ്ങളിൽ ബേക്കറി പലഹാരങ്ങളാണ് പല അമ്മമാരും ഒരു കൈ ഒരുക്കുന്നത് അല്ലേ. പക്ഷെ ഇതുപോലെ നാടൻ പലഹാരങ്ങളെ രുചി നമ്മളെ മക്കളും അറിയണം. അപ്പൊ ഇന്ന് ഈ നാടൻ പലഹാരം ഉണ്ടാക്കുന്ന ആരെന്നറിയാമോ? എൻ്റെ അച്ചായിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ പലഹാരം ഉണ്ടാക്കാൻ എങ്ങോട്ടാ പോണ്ടേ? അടുക്കളയിലേക്ക് പോയാലോ. അച്ചായി തേങ്ങ പൊട്ടിക്കുകയാണ്. എന്തിനാ അത്? മാവ് കുഴയ്ക്കുമ്പോൾ ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആദ്യമേ വീഡിയോ കണ്ടു കാണും ഞങ്ങൾ വാഴയില വെച്ചുന്നത്. അപ്പോൾ വന്ന വഴിക്ക് നമ്മുടെ വീട്ടിൽ വാഴയിലയും കാര്യങ്ങളൊന്നുമില്ല. വന്ന വഴിക്ക് നമ്മൾ കുറച്ച് വാഴയില പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കണ്ടോ. അങ്ങനെ വാഴയിലയെല്ലാം അച്ചായി കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്ത് വെച്ചേക്കുവാണ് അല്ലേ അച്ചായി? കണ്ടോ, ഇതാണ് നമ്മളുടെ കഴുകി വൃത്തിയാക്കിയ വാഴയില. അച്ചായി ഗ്യാസ് കത്തിച്ചേ. വാഴയില വാട്ടിയാണോ നമ്മൾ ചെയ്യാൻ പോണേ? അപ്പോൾ ഉള്ള ഗുണം എന്താണ്? നല്ലൊരു മണമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പച്ച വാഴയിലേക്ക് അത് വെക്കുന്നതിന് നല്ലതാണ്. വാഴയില വാട്ടി വെക്കുന്നത്. അതുപോലെ ഗ്യാസിനകത്ത് വാട്ടാതെ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പിനകത്ത് വാട്ടിയാൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. നമുക്ക് പക്ഷേ അടുപ്പുണ്ട്, പക്ഷെ നമ്മൾ കത്തിക്കുന്നത് കുറവാണ്. കാരണം നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പൊ കണ്ടോ കൂട്ടുകാരെ, അടുത്ത നമ്മളെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അച്ചായി വാഴയില വാട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. വാട്ടുമ്പോഴെന്ന് വെച്ചാൽ മടക്കി എടുക്കാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് തേങ്ങ വേണം ആവശ്യത്തിന്. അപ്പൊ ഞാൻ തേങ്ങ തിരുങ്ങി കൊടുക്കാൻ പോണം അച്ചായി കേട്ടോ. ചെറിയ സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ നേരത്തിന് അച്ചായി എന്ത് ചെയ്യാൻ പോകുന്ന ചോദിച്ചാല് എന്ത് ചെയ്യാ? ശർക്കര ചുരണ്ടാൻ പോവാണ് കേട്ടോ. വാഴയിലെല്ലാം അച്ചായിയാണെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ തേങ്ങ തിരിങ്ങിട്ട് കാണിക്കാവുന്നത്? ഒരു മുറി തേങ്ങ തിരികിയതും ശർക്കരയുമാണ് കേട്ടോ. ശർക്കര നമ്മൾ കണ്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഇച്ചിരി തേങ്ങ തിരികെ കണക്ക് തന്നെ പിച്ചാത്തി വെച്ച് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ, നമുക്ക് അരിമാവിനകത്തും ഉണ്ടാക്കാം, ഗോതമ്പ് മാവിനകത്തും ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ അച്ചായി എടുത്തിരിക്കുന്നത് ഗോതമ്പ് മാവാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ എടുത്ത് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുഴയ്ക്കാനുള്ള വെള്ളം, എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രം ജീരകപ്പൊടി ഒരു മണത്തിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇലയപ്പത്തിനകത്ത്. നമ്മുടെ ഏലക്കാപ്പൊടി ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർക്കണം, നല്ല മണമായിരിക്കും. ഇനി അച്ചായി ആണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. ശർക്കരയുണ്ട് എങ്കിലും ആ മാവ് കുഴയ്ക്കുമ്പോൾ ഒരു മധുരം നമുക്ക് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മധുരങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടു. നമ്മൾ വെള്ളം അങ്ങ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉപ്പ്, പഞ്ചസാര, ജീരകപ്പൊടി, മാവ് ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് അച്ചായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇലയെ പരത്തേണ്ട ഒരു പരുവം അറിയാമല്ലോ, ആ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൂട്ടുകാരെ, അച്ചായി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മാത്രം തേങ്ങ, ഇത്രയും മതിയോ? മതി. കുറച്ച് തേങ്ങ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഞെവിടാനായിട്ട്. ഈ തേങ്ങയും കൂടെ ഒന്ന് ഞെവിടി എടുക്കാം കേട്ടോ. ഞാനൊന്ന് ഞെവിടി എടുത്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. കൂട്ടുകാരെ, തേങ്ങയും ശർക്കരയും കൂടെ നല്ല രീതിയിൽ ഞാൻ ഞെവിടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇലയപ്പത്തിൻ്റെ മാവ് ഇവിടെ തയ്യാറായി. വാട്ടിയ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി കൊടുക്കാം. അച്ചായി കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ഇനി പരത്താൻ പോവാം കേട്ടോ. ഇനി ഇതുപോലെ ഒരു ചരുവത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വെച്ചേക്കണം, നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കാൻ. അപ്പോൾ പലരും പറയൂ ഇതൊക്കെ ആർക്കും അറിയാത്തതെന്ന് കേട്ടോ. നമ്മൾ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നത്, അറിയാത്ത ആൾക്കാരും നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഒരു ഹെൽപ്പ് ആവുമല്ലോ നമ്മുടെ ഒരു വ്ളോഗും ഉണ്ട്. അതാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിനകത്ത് പല കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയുന്നത് കേട്ടോ. മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മധുരവും കൂടെ
വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇല ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതാണ് നമ്മൾ ഇല വാട്ടിയതിൻ്റെ ഗുണം. ഇല പൊട്ടി പോകുമെന്ന് പേടിക്കണ്ട, നല്ല അടിപൊളിയായിട്ട് ഇല ഇരിക്കുകയും ചെയ്യും. നേരത്തെ നമ്മളിവിടെ ഇഡ്ഡലി കുട്ടകം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മുകളിലത്തെ തട്ടല്ല വെച്ച് കൊടുക്കുന്നത് കേട്ടോ, താഴത്തെ തട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ താഴത്തെ തട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഇലകൾ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാൻ പറ്റുവേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇത് കണക്ക് തന്നെ എല്ലാ ഇലക്കകത്തും മാവ് ഒട്ടി മധുരവും വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അച്ചായി ഒട്ടുന്ന ഇലയെല്ലാം നമ്മൾ ഇതുപോലൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് വെക്കത്തുള്ളൂ ഇഡ്ഡലി കുട്ടകത്തിൽ കേട്ടോ, എന്നാലേ ഒരു വേവ് നമുക്ക് കിട്ടത്തുള്ളൂ എല്ലാത്തിനും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ അച്ചായി ഒന്ന് പരത്തിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ, അച്ചായി നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇലക്കകത്ത് ഒട്ടി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി അവിടെ അച്ചായി ഒട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി കുട്ടകത്തിൽ ഇവിടെ ആവി വന്നിട്ടുണ്ട്. ആ നേരത്തിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാവേ, ഈ ആവി വരുന്ന മൂല അനുസരിച്ച് വെച്ച് കൊടുക്കണേ. നമ്മുടെ ഇലയപ്പം എല്ലാം ഇഡ്ഡലി കുട്ടകത്തിനകത്തേക്ക് വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി യുവന്മാർ നമ്മളൊന്ന് മൂടി കൊടുക്കുക, നല്ല രീതിക്ക് ഒരു 10-15 മിനിറ്റ് ഒന്നിരുന്ന് വെന്തോട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ഇലയപ്പം തയ്യാറാകും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇലയപ്പം മൂടി വെക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവിയിലിരുന്നൊന്ന് വേവട്ടെ നമ്മുടെ ഇലയപ്പം കേട്ടോ. കൂട്ടുകാരെ, നോക്കിക്കേ, നല്ല ചൂട് പാറുന്ന അടിപൊളി രുചിയിലുള്ള ഇലയപ്പം ഇവിടെ തയ്യാറായിരിക്കുകയാണ് കേട്ടോ. ആവി ഇങ്ങനെ പാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ അച്ചായി തയ്യാറാക്കിയ സ്പെഷ്യൽ ഇലയപ്പമാണ്. അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ അച്ചായി? ആ വേണ്ടേ. അപ്പം അച്ചായി ഒരു ഇലയപ്പം എല്ലാം പാത്രത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ. ഇല പൊളിച്ചെടുക്കുവാണോ? ഇതാണ് നമ്മുടെ എന്ത് സ്പെഷ്യൽ ഇലയപ്പം. അപ്പം നിങ്ങൾക്ക് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.